ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് T20 വേൾഡ് കപ്പ് ഹിസ്റ്ററി, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 ലോകകപ്പിൻ്റെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ മാച്ചിനായിട്ട്. ഇന്ത്യ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോടാണ് മത്സരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ഇതുവരെ ലോകകപ്പിൽ ഏറ്റുമുട്ടിയ ചരിത്രം, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇവർ തമ്മിൽ ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്നത് ആദ്യത്തെ ലോകകപ്പിൽ തന്നെയാണ് ഇവർ ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്നത്. 2007 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ത്യ 18 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. പക്ഷേ ആ ഒരു മത്സരം എന്ന് പറയുന്നത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്പെഷ്യലായൊരു മത്സരമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ യുവരാജ് സിംഗിൻ്റെ വെട്ടിക്കെട്ട് ബാറ്റിങ്, അതായത് ആൻഡ്രൂ ഫ്ലൻറ്റോഫിനോടുള്ള കലിപ്പിനെ സ്റ്റുവേർട്ട് ബോർഡിനെ പഞ്ഞിക്കിട്ടത്. സ്റ്റുവേർട്ട് ബോർഡിൻ്റെ ഒരു ഓവറിലെ 6 ബോളുകളും സിക്സർ പറത്തി മനോഹരമായൊരു ഇന്നിങ്സ് ആയിരുന്നു യുവരാജ് സിംഗ് കാഴ്ചവെച്ചത്. യുവരാജിൻ്റെ മികവിൽ ഇന്ത്യ അന്ന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. 18 റണ്ണിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. പിന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് 2009 ലോകകപ്പിലാണ്. 2009 ലോകകപ്പിൽ ഇംഗ്ലണ്ട് 3 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. പിന്നീട് 2012 ലോകകപ്പിലാണ് ഇവർ ഏറ്റുമുട്ടുന്നത്. 2012 ലോകകപ്പിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ 90 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നു. ഒടുവിൽ അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന 2022 ലോകകപ്പിലാണ്. 2022 ലോകകപ്പിൽ സെമിഫൈനലിൽ ഇതുപോലെ തന്നെ സെമിഫൈനലായിരുന്നു. സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കഴിഞ്ഞ സെമിഫൈനലിൽ നമ്മൾ തോറ്റു. അപ്പോൾ വീണ്ടും രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ ലോകകപ്പിൽ ഇവരുടെ പ്രകടനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ട് ആകെ 7 മത്സരങ്ങൾ കളിച്ചതിൽ 4 മത്സരങ്ങളിൽ വിജയിച്ചു, 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു, 1 മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ത്യയും കളിച്ച 7 മത്സരങ്ങളിൽ 6 മത്സരങ്ങളിൽ വിജയിച്ചു, 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. അപ്പോൾ ഇന്ത്യ എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് സെമിഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് 100% ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. അതാണ് ഇന്ത്യക്ക് ഒരു മുൻതൂക്കം നൽകുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നിലവിലെ ചാമ്പ്യന്മാരാണ്. ജോസ് ബട്ട്ലറുടെ നേതൃത്വത്തിലുള്ള ടീം മികച്ച ടീമാണ്. അപ്പോൾ നല്ലൊരു മാച്ചായിരിക്കും ആരാധകർക്ക് മുന്നിൽ കാത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പ്രൊവിഡൻസിയയിലെ ഗയാന നാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ ജൂൺ 29 ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ നേരിടും. അപ്പോൾ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിന് വേണ്ടി, ഫൈനലിന് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.